ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? എവിടെ? വേണം വേണം അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഈ പറഞ്ഞത് ന്യായം. ഉപ്പുമാവ് മാറ്റിട്ട് കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഞാൻ ഈ പ്രശ്നത്തിൽ മിനിസ്ട്രിയുമായി ഉടക്കാൻ പോവുകയാണ്. നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന തൃജൽ സുന്ദർ. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം. നമ്മുടെ അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം ഒടുവിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് കേട്ടു. എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പും കൊടുത്തു. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി. അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ആവശ്യം അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. സന്തോഷവും അറിയിക്കുകയാണ്. ഈ നമ്മുടെ ഈ അങ്കണവാടിയിലെ കുട്ടികൾക്ക്, അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കോഴിയും അതുപോലെ അവൻ പറഞ്ഞ ബിരിയാണിയും, പൊരിച്ച കോഴിയും ബിരിയാണിയല്ലേ വേണ്ടത്. അപ്പം ഈ ഒരു മാസം ഒരാഴ്ചയിൽ ഒരു ദിവസം 4 ദിവസം നമ്മൾ പൊരിച്ച കോഴിയും ബിരിയാണിയും നമ്മുടെ ശംഖുവിന് എത്തിക്കും. ശംഖു കീ ജയ്. Subscribe. Okay, thank you.